നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഒടുവിൽ രാജി. ബന്ധു നിയമന വിവാദത്തിന്റെ കുരുക്കിൽ പി ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. 2 ദിവസമായി തുടരുന്ന അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാജി തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. മുതിർന്ന നേതാക്കളെല്ലാം കൈവിട്ട ജയരാജന്റെ രാജിയിൽ നിർണായക നിലപാട് മുഖ്യമന്ത്രിയുടേത്. നിയമന വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയതായി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ തുറന്നു സമ്മതിച്ചതായി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടിയെയും സർക്കാരിനെയും നാണം കെടുത്തിയ വിവാദം മാത്രം ചർച്ച ചെയ്ത സെക്രട്ടേറിയറ്റ് രാജിക്ക് അനുമതി നൽകുകയായിരുന്നുവെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി. മന്ത്രിപദത്തിൽ കടിച്ചു തൂങ്ങാൻ താൽപര്യമില്ലെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കടുത്ത വിമർശനങ്ങൾക്കിടെ ജയരാജൻ. പാർട്ടിയുടെ യശസ് ഉയർത്തിപ്പിടിക്കാനാണ് രാജിയെന്നും വിശദീകരണം. ജയരാജന്റേത് മാതൃകാപരമായ നടപടിയെന്ന് പ്രതികരിച്ച് കോടിയേരി. ജയരാജൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക്. പിടിമുറുക്കി പിണറായി. ബന്ധു നിയമന വിവാദത്തിൽ രാജിക്കായി ജയരാജനുമേൽ സമ്മർദ്ദം കടുപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി. കടുത്ത നടപടിയുണ്ടാകുമെന്ന് ആദ്യമേ വ്യക്തമാക്കിയിരുന്ന മുഖ്യമന്ത്രി രാജിയല്ലാതെ മറ്റു വഴിയില്ലെന്ന് യോഗത്തിൽ വ്യക്തമാക്കിയതായി സൂചന. രാവിലെ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചപ്പോൾ മുതൽ ജയരാജന് നേരെ ഉയർന്നത് രൂക്ഷമായ വിമർശന ശരങ്ങൾ. കടുത്ത നിലപാടുമായി AK ബാലനും തോമസ് ഐസക്കും എളമരം കരീമും. വകുപ്പ് മാറ്റമോ സംഘടനാ നടപടിയോ മതിയാകില്ലെന്ന് നിർദ്ദേശിച്ചതും മുതിർന്ന നേതാക്കൾ. ജയരാജന്റെ രാജി കൊണ്ട് വിവാദം അവസാനിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബന്ധു നിയമനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കും അന്വേഷിക്കണം. 17 നിയമസഭ വീണ്ടും ചേരാനിരിക്കെ തുടർ പ്രക്ഷോഭങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ UDF. വല്യേട്ടൻ പഠിക്കേണ്ടത്. കൊലപാതക രാഷ്ട്രീയത്തിൽ CPM-നെതിരെ വിമർശനവുമായി ജനയുഗം. കണ്ണൂരിൽ നിന്ന് പഠിക്കേണ്ടതും തിരുത്തേണ്ടതും എന്ന മുഖപ്രസംഗത്തിൽ ഭരണ നേതൃത്വത്തിനെതിരെയും കടുത്ത വിമർശനം. വർഗീയ സംഘടനകൾ നൽകുന്ന അടികൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്നത് ചരിത്ര ദൗത്യമല്ല. പാർട്ടിക്കുള്ളിൽ വേണ്ടത് തിരുത്തലുകളെന്നും മുഖപ്രസംഗം. കണ്ണൂരിലുണ്ടായ കൊലപാതകവും അക്രമവും വെറും ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, ശരിയായ രാഷ്ട്രീയ ദിശയിൽ നിന്നുള്ള വ്യതിചലനം കൂടിയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടരുന്നതിനിടെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാണിക്കാനാവില്ലെന്നും CPI. RSSന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ ബോധപൂർവമുള്ള ശ്രമം വേണമെന്നും മുന്നറിയിപ്പ്. ചോര പുരണ്ട കത്ത്. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഗവർണർ ഇന്ന് റിപ്പോർട്ട് നൽകും. രാജ്ഭവന്റെ റിപ്പോർട്ട് വിശദാംശങ്ങൾ ആരാഞ്ഞ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയ കത്തിനെ തുടർന്ന് DGPയെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെയും വിളിച്ചുവരുത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ഗവർണർ പ്രകടിപ്പിച്ചത് കടുത്ത ആശങ്ക. അതേസമയം കേന്ദ്ര ഇടപെടൽ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നതായി വരുത്തി തീർക്കാനുള്ള BJP അജണ്ടയുടെ ഭാഗമെന്ന് CPM. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 5:30 സൂര്യവാസൻ ചേരും. നമസ്കാരം.